ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്യൂണ കൊണ്ട് സ്മോക്ക് ഫിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ട്യൂൺ അതിന്റെ തലയും മുള്ളുകളും കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കടലിൽ നിന്നും ആളുകളിലേക്ക് എത്താൻ കാലതാമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ മീനിൽ യാതൊരു തരത്തിലുള്ള രാസവസ്തു പ്രയോഗവും ഇവിടെ ഇല്ല കേട്ടോ. ഇതാണ് കേട്ടോ മീൻ പുകയ്ക്കാനുള്ള സെറ്റപ്പ്. ഈ അടുപ്പ് ഉദ്ഘാടനമായിരുന്നു കേട്ടോ ഇന്ന്. തിളച്ചു തുടങ്ങുന്ന വെള്ളത്തിലോട്ട് നേരത്തെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ട്യൂൺ ഇട്ട് വേവിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഉപ്പ് മാത്രം ചേർത്താണ് കേട്ടോ വേവിക്കുന്നത്. വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതുകൊണ്ട് പിടിക്കുന്ന ട്യൂണയുടെ വലിയൊരു ഭാഗവും ഇതുപോലെ സ്മോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത് ദ്വീപിൽ പതിവാണ് കേട്ടോ. 4 മണിക്കൂറോളം വേവിച്ച ട്യൂണ കടലിലെ ഉപ്പുവെള്ളത്തിൽ മുക്കിയെടുക്കും. അതിനുശേഷം ഈ കാണുന്ന തട്ടിന് മുകളിൽ നിരത്തി താഴെ പുകയിട്ട് ഉണക്കും. പിന്നീട് നല്ല വെയിലത്തിട്ട് വീണ്ടും ഉണക്കിയാണ് ഈ കാണുന്ന മരക്കഷ്ണം പോലെ ആക്കിയെടുക്കുന്നത്. ഇത് മാലിദ്വീപ് പാചക രീതിയിൽ കറികളിലും മസുനി, ഗുൽഹ, ബോക്കിബ തുടങ്ങിയ പല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. എയറൊന്നും കടക്കാതെ ഇതുപോലെ പാക്ക് കൂടെ ചെയ്താൽ വർഷങ്ങളോളം സൂക്ഷിച്ച് ഉപയോഗിക്കാം.